ബംഗ്ലാദേശ് ഇന്ന് ലോക രാഷ്ട്രീയത്തിന്റെ എപ്പിസെന്ററായി മാറിയിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച വിപ്ലവത്തിന് ശേഷം ഇന്ന് രാജ്യം വിധി എഴുതി. പക്ഷേ ജനാധിപത്യം ആഘോഷിക്കേണ്ട ഈ ദിവസം ബോംബേറുകൾക്കും രക്തച്ചൊരിച്ചിലിനും സാക്ഷ്യം വഹിക്കുന്നത് എന്തുകൊണ്ട്? തടവറയിൽ നിന്നും ലണ്ടനിലെ പ്രവാസത്തിൽ നിന്നും തിരിച്ചുവരുന്ന രാഷ്ട്രീയ ഭീമന്മാർ ബംഗ്ലാദേശിന്റെ ഭാവി എങ്ങനെ മാറ്റിയെഴുതും? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ ഒരു വലിയ പരീക്ഷണം കൂടിയാണ്. ലോകയിൽ ഇന്ന് ആദ്യം ബംഗ്ലാദേശിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. വെൽക്കം ടു ലോക. നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി, മാസങ്ങളായി നമ്മൾ വാർത്തകളിൽ കാണുന്നത് അവിടുത്തെ കലാപങ്ങളും ഭരണമാറ്റവും ഒക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ചർച്ചകൾ മുഴുവൻ 2026 ഇന്ന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. വളരെ നിർണായകമായ വാർത്തകളാണ്. ഒരുപക്ഷെ ആ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ടേണിംഗ് പോയിന്റായി വിശേഷിപ്പിക്കാവുന്നതാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ്. പതിറ്റാണ്ടുകൾ ഭരിച്ച ഷെയ്ഖ് ഹസീന ഒഴിഞ്ഞുപോയതിനു ശേഷം നടക്കുന്ന ആദ്യ ഇലക്ഷൻ. ആരായിരിക്കും ധാക്കയുടെ പുതിയ സുൽത്താൻ? ഇനി എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ ഇത്രത്തോളം ക്രൂഷ്യൽ ആകുന്നത്? ആരൊക്കെയാണ് പ്രധാന കരുനീക്കങ്ങൾ നടത്തുന്നത്? ഇന്ത്യയെ ഇത് എങ്ങനെ ബാധിക്കും? ഇതൊക്കെ പ്രധാന ചോദ്യങ്ങളാണ്. നമുക്കറിയാം, ഏകദേശം 15 വർഷത്തോളം ബംഗ്ലാദേശ് ഭരിച്ച ഷെയ്ഖ് ഹസീന സർക്കാർ വീണത് എത്ര പെട്ടെന്നായിരുന്നു എന്ന്. കഴിഞ്ഞ ജൂലൈയിൽ നടന്ന ആ വലിയ സ്റ്റുഡന്റ് അപ്രൈസിംഗ് അല്ലെങ്കിൽ വിദ്യാർത്ഥി വിപ്ലവമാണ് ബംഗ്ലാദേശിന്റെ മുഖച്ഛായ മാറ്റിമറിച്ചത്. ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ആ ഒരു പവർ വാക്യൂം, ആ ഭരണ ശൂന്യത, അത് നികത്താൻ നിലവിൽ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ററിം ഗവൺമെന്റ് ആണ് അവിടെയുള്ളത്. പക്ഷേ ഒരു താൽക്കാലിക സർക്കാരിന് എത്ര കാലം മുന്നോട്ട് പോകാനാകും? ജനങ്ങൾക്കിടയിൽ ഒരു ജനാധിപത്യ സർക്കാരിനായുള്ള ദാഹം വർദ്ധിച്ചു വരികയാണ്. ഇന്ന് 2026 ഫെബ്രുവരി 12 ബംഗ്ലാദേശ് ചരിത്രത്തിലെ ആ നിർണായകമായ D-Day എത്തിക്കഴിഞ്ഞു. ഏകദേശം 18 മാസങ്ങൾക്ക് മുൻപ് നടന്ന ആ വലിയ വിദ്യാർത്ഥി വിപ്ലവത്തിന് ശേഷം ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ച ശേഷം ബംഗ്ലാദേശ് ഇന്ന് പുതിയൊരു സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നു. ഇന്ന് രാവിലെ 7:30 ലോക്കൽ ടൈം വോട്ടെടുപ്പ് ആരംഭിച്ചത്. ഈ ഇലക്ഷനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് താരിഖ് റഹ്മാന്റേതാണ്. BNP, അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് ഖാലിദ സിയയുടെ മകൻ. വർഷങ്ങളായി ലണ്ടനിൽ എക്സൈലിൽ കഴിയുന്ന താരിഖ് റഹ്മാൻ ഈ ഇലക്ഷനിലൂടെ ഒരു ഗംഭീര തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. മിക്ക പോൾ സർവേകളും വിരൽ ചൂണ്ടുന്നത് താരിഖ് റഹ്മാൻ അടുത്ത പ്രധാനമന്ത്രിയാകാൻ വലിയ സാധ്യതയുണ്ട് എന്നാണ്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഇപ്പോൾ ഏതാണ്ട് ഔട്ട് ഓഫ് ദി സീനായ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ താരിഖ് റഹ്മാന്റെ പാത ഇപ്പോൾ വളരെ ക്ലിയർ ആണ് എന്ന് പറയണം. ഇങ്ങനെയാണെങ്കിലും കാര്യങ്ങൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. BNPയുടെ സഖ്യകക്ഷിയായ ജമാഅത്തെ ഇസ്ലാമിയും ഈ ഇലക്ഷനിൽ വലിയ ഘടകമാണ്. ഹസീനയുടെ കാലത്ത് നിരോധനവും അടിച്ചമർത്തലുകളും നേരിട്ട അവർ ഇപ്പോൾ വലിയ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവരുടെ സ്വാധീനം കൂടുന്നത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയത്തെ ഏത് രീതിയിൽ ബാധിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. അതേസമയം വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച നഹീദ് ഇസ്ലാമിനെ പോലെയുള്ള യുവ നേതാക്കളെ മറക്കാൻ പറ്റില്ല. അവർ കേവലം പ്രതിഷേധക്കാർ മാത്രമല്ല, ഭരണ സംവിധാനത്തിന്റെ ഭാഗമാകാനും ആഗ്രഹിക്കുന്നുണ്ട്. പഴയ രാഷ്ട്രീയ പാർട്ടികൾക്ക് പകരം പുതിയൊരു പൊളിറ്റിക്കൽ വേവ് ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ജനങ്ങൾക്കിടയിൽ ഇവർക്ക് വലിയ പോപ്പുലാരിറ്റിയുമുണ്ട്. താരിഖ് റഹ്മാൻ 17 വർഷത്തെ പ്രവാസത്തിന് ശേഷം മടങ്ങിയെത്തിയത് BNPക്ക് വലിയ കരുത്താണ് നൽകുന്നത്. അതേസമയം ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇത് ഒരുപക്ഷെ ബംഗ്ലാദേശിന്റെ മതേതര സ്വഭാവത്തെ ബാധിക്കുമോ എന്ന ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ ചാലഞ്ച് തന്നെയാണ്. ഇവിടെ നമുക്ക് ഇന്ത്യയുടെ കാര്യമൊന്ന് നോക്കാം. ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തയായ ഒരു അലയായിരുന്നു. എന്നാൽ BNPയും ജമാഅത്തെ ഇസ്ലാമിയും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധം എങ്ങനെയാകും? സെക്യൂരിറ്റി ഇഷ്യൂസ്, ബോർഡർ പ്രശ്നങ്ങൾ, ട്രേഡ് ഡീലുകൾ, ഇങ്ങനെ ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങളിൽ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഇടപെടലുകൾ ഈ ഒരു സാഹചര്യത്തിൽ വർദ്ധിക്കുമോ എന്ന ഭയം ഡൽഹിക്കുണ്ട്. ഇലക്ഷന് തൊട്ടു മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്രമണങ്ങൾ വളരെ ഗൗരവകരമാണ്. ഇനി ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വ്യാപാരി കൊല്ലപ്പെട്ടതും ധാക്കയിൽ നടന്ന സ്ഫോടനങ്ങളും വലിയ വാർത്തയായിരുന്നു. ഏകദേശം 9 ലക്ഷം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിന്യസിച്ചിരിക്കുന്നത്. ഫ്രീ ആൻഡ് ഫെയർ എന്ന യൂനിസ് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഗ്രൗണ്ട് ലെവലിലെ അവസ്ഥ അല്പം പുകയുന്ന ഒന്നാണ്. ഏതായാലും ഇന്ത്യ ഇന്ന് വളരെ സസൂക്ഷ്മമായിട്ടാണ് ഓരോ നീക്കവും നിരീക്ഷിക്കുന്നത്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയ സാഹചര്യത്തിൽ അവിടെ വരാൻ പോകുന്ന പുതിയ ഗവൺമെന്റ് ഇന്ത്യയോട് എങ്ങനെയായിരിക്കും പെരുമാറുക? താരിഖ് റഹ്മാൻ പറഞ്ഞത് ഇന്ത്യയുമായി ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിന്റെ ബന്ധമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. എന്നാൽ ജമാഅത്തെ പോലെയുള്ള കടുത്ത നിലപാടുകാരുടെ സ്വാധീനം കൂടിയാൽ അത് ഇന്ത്യയുടെ സെക്യൂരിറ്റിക്ക് വലിയ ഭീഷണിയാകാൻ സാധ്യതയുണ്ട്.
ഇത്തവണത്തെ ഇലക്ഷന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ പോസ്റ്റൽ വോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാസികളായ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾക്കും ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുമെന്നതൊരു വലിയ മാറ്റമാണ്. കൂടാതെ അമേരിക്കയുമായി വലിയ രീതിയിലുള്ള താരിഫ് ഡീൽസ് ബംഗ്ലാദേശ് ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് സാമ്പത്തികമായി രാജ്യം മെച്ചപ്പെടാനുള്ള ശ്രമത്തിലാണ് മുഹമ്മദ് യൂനിസിന്റെ ഗവൺമെന്റ്. ജെൻസി ഇൻസ്പയർഡ് ഇലക്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങളുടെ വോട്ടുകൾ ആർക്ക് ലഭിക്കും എന്നതാകും വിജയപരാജയങ്ങൾ തീരുമാനിക്കുക. ഓരോ വോട്ടർമാർക്കും 2 ബാലറ്റ് പേപ്പറുകളാണ് നൽകുന്നത്. ഒന്ന് അടുത്ത MP തിരഞ്ഞെടുക്കാൻ വൈറ്റ് ബാലറ്റും, രണ്ടാമതായി രാജ്യത്തിന്റെ പുതിയ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള റെഫറൻഡത്തിൽ വോട്ട് ചെയ്യാൻ പിങ്ക് ബാലറ്റും. ഇതിനെ ജുലൈ ചാർട്ടർ എന്നാണ് വിളിക്കുന്നത്. അതായത് കേവലം ഒരു ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, രാജ്യത്തിന്റെ സിസ്റ്റം തന്നെ മാറ്റണോ വേണ്ടയോ എന്ന് ജനങ്ങൾക്ക് ഇന്ന് തീരുമാനിക്കാം. ഏകദേശം 12.7 കോടി വോട്ടർമാരാണ് ഇന്ന് വിധി നിശ്ചയിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4:30 പോളിംഗ് അവസാനിച്ചിരുന്നു. അർദ്ധരാത്രിയുടെ ട്രെൻഡുകൾ അറിയാൻ സാധിക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. നാളെ, അതായത് ഫെബ്രുവരി 13 ഔദ്യോഗിക ഫലം പുറത്തുവരും. അവാമി ലീഗ് ഇല്ലാത്ത ബംഗ്ലാദേശ് പാർലമെന്റ് എങ്ങനെയായിരിക്കും? താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകുമോ അതോ ജമാഅത്ത് സർപ്രൈസ് നൽകുമോ? എന്തായാലും ബംഗ്ലാദേശിന്റെ ഭാവി നിർണ്ണയിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് കടന്നുപോകുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2026 ഇലക്ഷൻ ബംഗ്ലാദേശിന് ഒരു പുതിയ തുടക്കമാണ്. പക്ഷേ ആ തുടക്കം എത്രത്തോളം സമാധാനപരമായിരിക്കും എന്നതാണ് കണ്ടറിയേണ്ടത്. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ ഇന്ന് പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. ഏകദേശം 15 വർഷം നീണ്ട ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ഇത് വെറും ഒരു വോട്ടെടുപ്പല്ല, മറിച്ച് ഇന്ത്യയുടെയും ചൈനയുടെയും അമേരിക്കയുടെയും തന്ത്രപരമായ താൽപര്യങ്ങൾ കൂട്ടിമുട്ടുന്ന ഒരു വലിയ പോരാട്ട ഭൂമിയാണ് ബംഗ്ലാദേശ് എന്ന്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായിരുന്ന വിള്ളലുകളും ആ വിടവിലേക്ക് ചൈന നടത്തുന്ന കടന്നുകയറ്റവുമാണ് വാഷിംഗ്ടണിനെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്കറിയാം, 2024 ഓഗസ്റ്റിൽ നടന്ന വലിയ വിദ്യാർത്ഥി വിപ്ലവം ഇത് ബംഗ്ലാദേശിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഹസീനയ്ക്ക് അധികാരം ഒഴിഞ്ഞ് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നത് ഒരു ഭരണകൂടത്തിന്റെ പതനം മാത്രമല്ല, ഇന്ത്യയുടെ ദക്ഷിണേഷ്യൻ നയതന്ത്രത്തിനുള്ള വലിയ തിരിച്ചടി കൂടിയായിരുന്നു. അന്ന് തുടങ്ങിയ ഇന്ത്യ ബംഗ്ലാദേശ് അസ്വാരസ്യങ്ങൾ ഇന്നും തുടരുകയാണ്. ഷെയ്ഖ് ഹസീനയുമായി ഇന്ത്യക്ക് ഉണ്ടായിരുന്ന സുദൃഢമായ ബന്ധം ബംഗ്ലാദേശിലെ പുതിയ തലമുറയ്ക്കിടയിൽ ഇന്ത്യ വിരുദ്ധ വികാരം വളർത്താൻ കാരണമായെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഹസീന ഇപ്പോഴും ഇന്ത്യയിൽ തുടരുന്നത് അവിടുത്തെ പുതിയ തലമുറയെ ചൊടിപ്പിക്കുന്നുമുണ്ട്. വിസ സർവീസുകൾ നിർത്തിവെച്ചതും ക്രിക്കറ്റ് പരമ്പരകൾ റദ്ദാക്കിയതുമെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കോൾഡ് വാർ എത്രത്തോളം രൂക്ഷമാണെന്ന് കാണിച്ചു തരുന്നു. ഈ ഗ്യാപ്പിലേക്കാണ് ചൈന കണ്ണുവയ്ക്കുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധം വഷളായപ്പോൾ ആ വിടവ് കൃത്യമായി മുതലെടുത്തത് ചൈനയാണ്. ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് ബംഗ്ലാദേശിൽ ഒരു ഡ്രോൺ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്ഥാപിക്കാൻ ചൈന കരാർ ഒപ്പിട്ടത് ഡൽഹിയെയും വാഷിംഗ്ടണിനെയും ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട്, ഞെട്ടിച്ചിട്ടുണ്ട്. മുമ്പ് ഇന്ത്യക്ക് നൽകാൻ തീരുമാനിച്ചിരുന്ന സാമ്പത്തിക മേഖലകളിലേക്ക് ചൈനീസ് നിക്ഷേപം എത്തുന്നതും നയതന്ത്രപരമായ വലിയ മാറ്റമാണ്. ഇതുകൂടാതെ പാകിസ്ഥാനിൽ നിന്ന് ചൈനീസ് സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച JF-17 തണ്ടർ വിമാനങ്ങൾ വാങ്ങാനും ബംഗ്ലാദേശ് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇതിനർത്ഥം സൈനികപരമായി ബംഗ്ലാദേശ് ചൈനയോട് കൂടുതൽ അടുക്കുന്നുവെന്ന് തന്നെയാണ്. ഈ ഘട്ടത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം കളത്തിലിറങ്ങുന്നത്. ചൈനയെ പ്രതിരോധിക്കാൻ അമേരിക്ക ബംഗ്ലാദേശിന് മുന്നിൽ പുതിയൊരു ഓഫർ വെച്ചിരിക്കുകയാണ്. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ. റഷ്യൻ അല്ലെങ്കിൽ ചൈനീസ് ആയുധങ്ങൾക്ക് പകരം അമേരിക്കൻ ഡിഫൻസ് സിസ്റ്റംസ് നൽകി ബംഗ്ലാദേശിനെ തങ്ങളുടെ ചേരിയിലേക്ക് കൊണ്ടുവരാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. അമേരിക്കൻ അംബാസിഡർ ബ്രെൻ ടി ക്രിസ്റ്റിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ചൈനയുമായുള്ള ഇടപാടുകളിലെ അപകട സാധ്യതകളെക്കുറിച്ച് ബംഗ്ലാദേശിനെ ബോധ്യപ്പെടുത്തുക എന്നതാണ് അമേരിക്കയുടെ പ്രാഥമിക ലക്ഷ്യം എന്നാണ്. പ്രതിരോധ മേഖലയിൽ മാത്രമല്ല, സാമ്പത്തികമായും ബംഗ്ലാദേശിനെ കൂടെ നിർത്താൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല ഭരണകൂടവുമായി അവർ ഒരു ചരിത്ര വ്യാപാര കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. കോട്ടൺ ഫോർ ഗാർമെന്റ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അമേരിക്കൻ പരുത്തി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വലിയ നികുതി ഇളവ് ലഭിക്കും. ഇതിലൂടെ ബംഗ്ലാദേശിന്റെ ഗാർമെന്റ് മേഖലയ്ക്ക് വലിയൊരു ഉണർവുണ്ടാകും. 37% നികുതി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഏകദേശം 19% നികുതി കുറഞ്ഞത് ഒരു വലിയ ഗെയിം ചേഞ്ചറാണ്. ഇതോടൊപ്പം ഊർജ്ജ മേഖലയിലും കൃഷിയിലും കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപമാണ് അമേരിക്ക വാഗ്ദാനം ചെയ്യുന്നത്.
അതിനാൽ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ദക്ഷിണേഷ്യയിൽ ഒരു വിശ്വസനീയമായ പങ്കാളിയായി ഇന്ത്യയെ നിലനിർത്തുന്നതിനൊപ്പം തന്നെ ബംഗ്ലാദേശിനെ ചൈനയുടെ പക്ഷത്തേക്ക് പൂർണ്ണമായി പോകാതെ പിടിച്ചു നിർത്തുക എന്ന ഇരട്ട തന്ത്രമാണ് വാഷിംഗ്ടൺ പയറ്റുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം നാളെ വരും. പക്ഷേ അധികാരത്തിൽ ആര് വന്നാലും അവർക്ക് മുന്നിലുള്ളത് വലിയൊരു ബാലൻസിംഗ് ആക്ട് ആണ്. ഇന്ത്യയുമായുള്ള ബന്ധം, ചരിത്രപരമായ ബന്ധം പൂർണ്ണമായി വേണ്ടെന്ന് വെക്കാൻ അവർക്ക് കഴിയില്ല. എന്നാൽ ചൈന നൽകുന്ന പണവും ആയുധങ്ങളും തള്ളിക്കളയുക അസാധ്യവുമാണ്. ഇതിനിടയിൽ അമേരിക്കയുടെ ഇടപെടലുകൾ കൂടിയാകുമ്പോൾ ബംഗ്ലാദേശ് ഇന്ന് ലോകശക്തികളുടെ ഒരു ഗ്ലോബൽ ചെസ് ബോർഡായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ബംഗ്ലാദേശിലെ ഇന്നത്തെ വിധിയെഴുത്ത് വെറും ഒരു ഭരണമാറ്റമല്ല, അത് വരും ദശാബ്ദങ്ങളിൽ ദക്ഷിണേഷ്യ ആര് നിയന്ത്രിക്കുമെന്നതിന്റെ സൂചന കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലവും അതിനുശേഷം രൂപപ്പെടുന്ന പുതിയ നയതന്ത്ര ബന്ധങ്ങളും ദക്ഷിണേഷ്യയുടെ അടുത്ത ദശാബ്ദങ്ങളിലെ രാഷ്ട്രീയ ഗതി നിശ്ചയിക്കുമെന്ന് ഉറപ്പാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഖുൽനയിൽ നിന്നുമാണ് വന്നത്. ആലിയ മദ്രസ പോളിംഗ് സ്റ്റേഷനിലുണ്ടായ കയ്യാങ്കളിക്കിടയിൽ ഒരു BNP നേതാവ് മരണപ്പെട്ടു. മുഹിബ് ഉസ്മാൻ കൊച്ചി എന്ന നേതാവാണ് കൊല്ലപ്പെട്ടത്. രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുണ്ടായ തർക്കം വലിയ സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു. ഇതിനു പുറമെ പലയിടത്തും ബോംബേറുകളും വെടിവയ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡെഡ്ലി സ്കഫൽസ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഹസീനയുടെ കാലത്തെ അക്രമങ്ങൾ അവസാനിക്കുമെന്ന് കരുതിയവർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇന്നത്തെ സംഭവങ്ങളെല്ലാം. അക്രമം മാത്രമല്ല, വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പല പോളിംഗ് ബൂത്തുകളും ചില പാർട്ടികൾ കൈക്കലാക്കിയതായും വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയതായും പരാതികളുണ്ട്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി വോട്ടർമാർക്ക് 15,000 ഢാക്ക വരെ കൈക്കൂലി നൽകിയതായും വോട്ട് ചെയ്ത ശേഷം അതിന്റെ ഫോട്ടോ എടുത്ത് കാണിക്കാൻ നിർബന്ധിച്ചതായും റിപ്പോർട്ട് വന്നിരുന്നു. ഇതിനായി പോളിംഗ് ബൂത്തിനുള്ളിൽ ക്യാമറ ഫോണുകൾ കൊണ്ടുപോകാൻ ഇവർ പ്രേരിപ്പിച്ചു എന്നത് ഗൗരവകരമായ കാര്യമാണ്. മുൻപ് സഖ്യകക്ഷികളായിരുന്ന BNPയും ജമാഅത്തെ ഇസ്ലാമിയും ഇന്ന് ബംഗ്ലാദേശ് തെരുവിൽ നേർക്കുനേർ പോരാടുകയായിരുന്നു എന്ന് ചുരുക്കം. പല സ്ഥലങ്ങളിലും BNP പ്രവർത്തകരും ജമാഅത്തെ പ്രവർത്തകരും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. കള്ളവോട്ട് ചെയ്യാൻ ജമാഅത്ത് പുറത്തുനിന്നുള്ള ആളുകളെ ധാക്കയിലേക്ക് എത്തിച്ചുവെന്ന് BNP ആരോപിക്കുന്നുമുണ്ട്. അവാമി ലീഗ് മത്സരരംഗത്ത് ഇല്ലാത്തതിനാൽ ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഈ കുടിപ്പകയാണ് ഇന്നത്തെ തിരഞ്ഞെടുപ്പിന്റെ ഗതി നിശ്ചയിക്കുന്നത്. ഇനി ബംഗ്ലാദേശിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ജെൻസി യുവതലമുറ വലിയ ആവേശത്തോടെയാണ് വോട്ട് ചെയ്യാൻ എത്തിയത്. എന്നാൽ പലയിടത്തും പോളിംഗ് മന്ദഗതിയിലായതും അക്രമങ്ങൾ ഉണ്ടായതും അവരെ നിരാശരാക്കിയിട്ടുണ്ട്. നമ്മൾ വിപ്ലവം നടത്തിയത് ഇതിനായിരുന്നു എന്ന ചോദ്യമാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിയത്. ഇലക്ഷൻ പൂർത്തിയാക്കാൻ സാധാരണയേക്കാൾ 10 മടങ്ങ് സമയം എടുക്കുന്നു എന്നതും വോട്ടർമാരെ തളർത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണി വരെ 32% വോട്ട് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അക്രമം ഭയന്ന് സ്ത്രീകളും പ്രായമായവരും ബൂത്തുകളിലേക്ക് വരാൻ മടിച്ച സാഹചര്യമായിരുന്നു. ഏകദേശം 42% അനധികൃത ആയുധങ്ങൾ ഇപ്പോഴും ജനങ്ങളുടെ കൈവശമുണ്ടെന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു. സൈന്യവും പോലീസും രംഗത്തുണ്ടായിരുന്നുവെങ്കിലും പലയിടത്തും സ്ഥിതി നിയന്ത്രണാതീതമായിരുന്നു. ചുരുക്കത്തിൽ ബംഗ്ലാദേശ് വീണ്ടും ഒരു രക്തരൂക്ഷിതമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണോ എന്ന ഭയം ലോകത്തിനുണ്ട്. ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ മുഹമ്മദ് യൂനസ് നടത്തിയ ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്നത് വരും മണിക്കൂറുകളിൽ അറിയാം. ലോകമെമ്പാടുമുള്ള വലിയ മാറ്റങ്ങളാണ് ഇനി. അയൽരാജ്യമായ ബംഗ്ലാദേശ് ഇന്ന് ഇലക്ഷൻ ചൂടിലാണ്. പക്ഷേ അവിടെ ജനാധിപത്യത്തോടൊപ്പം അക്രമവും കത്തുന്ന വാർത്തകളുമാണ് വന്നത്. റഷ്യയിൽ വാട്സാപ്പും ടെലഗ്രാമും പൂട്ടി പുടിൻ ഒരു പുതിയ ഡിജിറ്റൽ ഇരുമ്പുമറ തീർക്കുന്നു. ഇതിനിടയിൽ ടെക് ലോകത്ത് ഗൂഗിൾ തങ്ങളുടെ ജീവനക്കാരോട് പടിയിറങ്ങാൻ ആവശ്യപ്പെടുകയാണ്. കാരണം മറ്റൊന്നുമല്ല, AI വിപ്ലവം. എന്നാൽ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന വാർത്തയുമായി റോൾസ് റോയ്സ് തങ്ങളുടെ സാമ്രാജ്യം ഇങ്ങോട്ട് മാറ്റുകയാണ്. രാഷ്ട്രീയവും സാങ്കേതിക വിദ്യയും ബിസിനസ്സും കൂടിച്ചേരുന്ന ബാക്കി വാർത്തകളാണ്. ലക്ഷറി കാർസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പേര് ഏതാണ്? കുറെ പേരെങ്കിലും റോൾസ് റോയ്സിനെ കുറിച്ച് ഓർക്കുമായിരിക്കും. എന്നാൽ റോൾസ് റോയ്സ് എന്ന് കേൾക്കുമ്പോൾ വെറും ഒരു ആഡംബര കാർ കമ്പനിയായി മാത്രം അതിനെ കാണരുത്. വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണത്തിലും പ്രതിരോധ മേഖലയിലും ലോകത്തെ വിറപ്പിക്കുന്ന വമ്പന്മാരാണവർ. ഇപ്പോഴത്തെ ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് ഭീമനായ റോൾസ് റോയ്സ് തങ്ങളുടെ സാമ്രാജ്യം ഇന്ത്യയിലേക്ക് മാറ്റാൻ തയ്യാറെടുക്കുന്നുവെന്ന വമ്പൻ വാർത്തയാണ് വരുന്നത്. വെറും ഒരു കച്ചവടമല്ല, മറിച്ച് ഇന്ത്യയെ തങ്ങളുടെ രണ്ടാമത്തെ വീടാക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളുടെ എഞ്ചിൻ മുതൽ വമ്പൻ തൊഴിലവസരങ്ങൾ വരെ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റോൾസ് റോയ്സ് ഗ്ലോബൽ CEOയും തമ്മിലുള്ള ആ നിർണായക കൂടിക്കാഴ്ചയിൽ സംഭവിച്ചത് എന്താണ്? എന്തുകൊണ്ടാണ് ലോകം ഈ നീക്കത്തെ ഉറ്റുനോക്കുന്നത്? പരിശോധിക്കാം. റോൾസ് റോയ്സ് തങ്ങളുടെ ബിസിനസ് പ്രധാനമായും ലണ്ടനും ജർമ്മനിയും അമേരിക്കയും കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്.
എന്നാൽ ഇപ്പോൾ അവർ ഇന്ത്യയെ ഒരു സ്ട്രാറ്റജിക് പ്രയോറിറ്റിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനർത്ഥം റോൾസ് റോയ്സ് അവരുടെ ലോകോത്തര ടെക്നോളജികൾ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു എന്നാണ്. അതായത് കേവലം സാധനങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റ് എന്നതിലുപരി ഇവിടെ ഇരുന്ന് സാധനങ്ങൾ നിർമ്മിക്കാനും മാനുഫാക്ചറിംഗിനും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും അവർ തീരുമാനിച്ചിരിക്കുന്നു. വികസിത് ഭാരത് എന്ന ഇന്ത്യയുടെ സ്വപ്നത്തിന് റോൾസ് റോയ്സ് വലിയൊരു കൈത്താങ്ങാകുമെന്നാണ് റോൾസ് റോയ്സ് സിഇഒ മോദിയോട് വ്യക്തമാക്കിയത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 11 ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി മോദി ആവേശത്തോടെയാണ് പ്രതികരിച്ചത്. ഇന്ത്യയിലെ ഊർജ്ജസ്വലരായ യുവാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള റോൾസ് റോയ്സിന്റെ ആഗ്രഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ഇനി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റായ AMCA അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ എഞ്ചിൻ നിർമ്മാണത്തിൽ റോൾസ് റോയ്സ് സഹകരിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ നാവികസേനയുടെ കപ്പലുകൾക്കും മറ്റും ആവശ്യമായ അത്യാധുനിക എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് കമ്പനിയുടെ നീക്കം. ഇതിനായി ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ HAL, ഭാരത് ഫോഴ്സ് എന്നിവയുമായി ചേർന്ന് അവർ പ്രവർത്തിക്കും. ഏകദേശം $1.2 ബില്യൺ, അതായത് ഏകദേശം 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ മേഖലയിൽ പ്രതീക്ഷിക്കുന്നത്. ബംഗളൂരുവിലെ റോൾസ് റോയ്സിന്റെ ഗ്ലോബൽ സെന്റർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെന്ററാക്കി മാറ്റാനാണ് അവരുടെ തീരുമാനം. നിലവിൽ 2000-ലധികം എഞ്ചിനീയേഴ്സ് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇത് ഇരട്ടിയാക്കാനാണ് പ്ലാൻ. നമ്മുടെ നാട്ടിലെ മിടുക്കരായ യുവാക്കൾക്ക് ലോകോത്തര നിലവാരമുള്ള എഞ്ചിനീയറിംഗ് ജോലികൾ ലഭിക്കാൻ ഇത് വലിയ അവസരമൊരുക്കും. പ്രധാനമന്ത്രി മോദിയും തന്റെ പോസ്റ്റിൽ എടുത്തു പറഞ്ഞത് ഇതൊരു ഡൈനമിക് യൂത്ത് പാർട്ട്ണർഷിപ്പ് ആയിരിക്കുമെന്നാണ്. നിങ്ങൾ ചോദിച്ചേക്കാം ഇത് നമുക്ക് എന്ത് ഗുണമുണ്ടാക്കുമെന്ന്. ഒന്നാമതായി ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കും. രണ്ടാമതായി വൻതോതിലുള്ള തൊഴിലവസരങ്ങൾ. മൂന്നാമതായിട്ട് ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ഈ എഞ്ചിനുകൾ കയറ്റുമതി ചെയ്യാനും സാധിക്കും. പൂനെയിലെ അവരുടെ ഫാക്ടറിയിൽ നിന്ന് ഇപ്പോൾ തന്നെ വിദേശത്തേക്ക് എഞ്ചിനുകൾ പോകുന്നുണ്ട്. അത് ഇനിയും വർദ്ധിക്കുമെന്ന് ചുരുക്കം. ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ബ്രിട്ടനുമായുള്ള പുതിയ വ്യാപാര കരാറുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ റോൾസ് റോയ്സിനെ പോലുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് കൂടുതൽ എളുപ്പമാകും. ചൈനയെ മറികടന്ന് ലോകത്തെ മാനുഫാക്ചറിംഗ് ഭീമനാകാൻ ഇന്ത്യ നടത്തുന്ന ഈ നീക്കങ്ങളിൽ റോൾസ് റോയ്സിന്റെ ഈ തീരുമാനം വളരെ നിർണായകമാണ്. ചുരുക്കത്തിൽ റോൾസ് റോയ്സ് വരുന്നത് വെറുതെ കാറുകളുമായിട്ടല്ല, മറിച്ച് ഇന്ത്യയുടെ വ്യോമയാന പ്രതിരോധ മേഖലയെ മാറ്റിമറിക്കാൻ പോകുന്ന വമ്പൻ എഞ്ചിനുകളുമായിട്ടാണ്. ഈ ഒരു പാർട്ട്ണർഷിപ്പ് വിജയിച്ചാൽ വരും വർഷങ്ങളിൽ ലോകത്തെ മികച്ച വിമാന എഞ്ചിനുകൾക്ക് മുകളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബൽ കാണാൻ നമുക്ക് സാധിക്കും. റോൾസ് റോയ്സ് കാറുകൾ നമുക്ക് എന്നും ഒരു സ്വപ്നമായിരുന്നു. എന്നാൽ ഇന്ന് ആ കമ്പനിയുടെ എഞ്ചിനുകൾ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തേകാൻ പോകുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ്. വിദേശ കമ്പനികൾ ഇന്ത്യയെ വിശ്വസിക്കുന്നത് നമ്മുടെ കരുത്ത് വർദ്ധിക്കുന്നു എന്നതിന്റെ തെളിവാണ്. വാട്സാപ്പ് എടുത്തു നോക്കുമ്പോൾ മെസ്സേജുകളൊന്നും വരുന്നില്ല എന്ന് കണ്ടാൽ എന്തായിരിക്കും ചിന്തിക്കുക? ഇന്റർനെറ്റ് കട്ടായി എന്നാകും ആദ്യം കരുതുന്നത്, അല്ലെ? റഷ്യയിലെ ഏകദേശം 10 കോടി ജനങ്ങൾ ഇന്ന് ഇങ്ങനൊരു അവസ്ഥയിലാണ് ഉറക്കം എഴുന്നേറ്റത്. ലോകത്തിലെ ഏറ്റവും വലിയ മെസ്സേജിംഗ് ആപ്പുകളായ വാട്സാപ്പിനും ടെലഗ്രാമിനും റഷ്യൻ സർക്കാർ ഔദ്യോഗികമായി പൂട്ടിട്ടിരിക്കുകയാണ്. ടെലഗ്രാമിനെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ വാട്സാപ്പിനെയും റഷ്യ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് വെറും ഒരു നിരോധനമല്ല, മറിച്ചൊരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും സർക്കാരിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലുള്ള ഒരു പുതിയ സൂപ്പർ ആപ്പിലേക്ക് നിർബന്ധിച്ച് മാറ്റാനുള്ള വലിയൊരു പ്ലാൻ തന്നെയാണ്. എന്താണ് റഷ്യയിൽ ശരിക്കും സംഭവിക്കുന്നത്? എന്താണ് ഈ പറയുന്ന മാക്സ് ആപ്പ്? എന്താണ് പുടിൻ സർക്കാർ ലക്ഷ്യമിടുന്നത്? പരിശോധിക്കാം. 2026 ഫെബ്രുവരി 12 പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യൻ സർക്കാർ വാട്സാപ്പ് സേവനങ്ങൾ പൂർണ്ണമായും തടയാനുള്ള നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. റഷ്യൻ ഗവൺമെന്റ് വക്താവ് ദിമിത്രി പെസ്കോവ് ഒരു കാര്യം സ്ഥിരീകരിച്ചു: വാട്സാപ്പിന് മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. റഷ്യൻ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഈ നടപടിയെന്നാണ് ക്രെംലിൻ പറയുന്നത്. മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സാപ്പ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യൻ ജനതയെ സുരക്ഷിതമായ ആശയവിനിമയത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള പിന്നോട്ടുള്ള ചുവടുവയ്പ്പാണ് ഇതെന്നാണ് വാട്സാപ്പ് വക്താക്കൾ പ്രസ്താവനയിൽ പറഞ്ഞത്. കൂടാതെ ജനങ്ങളെ ഒരു ഗവൺമെന്റ് നിരീക്ഷണ ആപ്പിലേക്ക് തള്ളിക്കയറ്റാനുള്ള ശ്രമമാണിത് എന്ന് അവർ ആരോപിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫേസ്ബുക്കിനും ഇൻസ്റ്റഗ്രാമിനും റഷ്യയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പട്ടികയിലേക്ക് വാട്സാപ്പും ഔദ്യോഗികമായി എത്തിയിരിക്കുകയാണ്. വാട്സാപ്പിന് പുറമെ റഷ്യയിൽ ഏറ്റവും ജനപ്രിയമായ ടെലഗ്രാമിനും നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞു. വോയിസ് കോളുകളും വീഡിയോ കോളുകളും ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നില്ല. എന്തിനാണ് റഷ്യ വാട്സാപ്പ് നിരോധിക്കുന്നത്? ഇതിന് പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, തദ്ദേശീയമായി നിർമ്മിച്ച മാക്സ് എന്ന സൂപ്പർ ആപ്പിനെ പ്രോത്സാഹിപ്പിക്കുക. ചൈനയിലെ വിചാറ്റ് പോലെ മെസ്സേജിംഗ്, ബാങ്കിംഗ്, ഗവൺമെന്റ് സേവനങ്ങൾ എന്നിവയെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്ന ആപ്പാണ് മാക്സ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വിദേശ ആപ്പുകളിലൂടെയുള്ള വിവര കൈമാറ്റം തടയുക എന്നതാണ്.
വാട്സാപ്പ് തങ്ങളുടെ നിയമങ്ങൾ പാലിക്കുന്നില്ലെന്നും സെക്യൂരിറ്റി റിസ്ക് ഉണ്ടെന്നുമാണ് റഷ്യയുടെ വാദം. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ പുതിയ ഫോണുകളിൽ ഈ പറഞ്ഞ പുതിയ ആപ്പ് മാക്സ് സൂപ്പർ ആപ്പ് നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിയമം വന്നിരുന്നു. ഇപ്പോൾ വാട്സാപ്പ് കൂടി പൂട്ടിയതോടെ ജനങ്ങൾക്ക് മുന്നിൽ മറ്റു വഴികളില്ലാത്ത അവസ്ഥയായി. വാട്സാപ്പിന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ റഷ്യക്കാരനായ പവൽ ദുറോവിന്റെ ടെലഗ്രാമിനും ഇപ്പോൾ അവിടെ കഷ്ടകാലമാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും വ്യാജ വാർത്തകൾക്കും തടയിടാൻ ടെലഗ്രാം സഹകരിക്കുന്നില്ല എന്ന് ആരോപിച്ച് റഷ്യൻ റെഗുലേറ്ററായ റോസ്കോംനാംസോൾ ടെലഗ്രാമിന് വലിയ പിഴവുകൾ ചുമത്തിയിട്ടുണ്ട്. കൂടാതെ പലയിടത്തും ടെലഗ്രാമിന്റെ വേഗത കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയിലെ സ്വതന്ത്രമായ ആശയവിനിമയത്തിന് ഇത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇവിടെയാണ് ഗൗരവകരമായ പ്രശ്നം വരുന്നത്. വാട്സാപ്പ് പറയുന്നത് റഷ്യൻ സർക്കാർ ജനങ്ങളെ മാക്സ് പോലെയുള്ള സർക്കാർ നിയന്ത്രിത ആപ്പുകളിലേക്ക് നിർബന്ധപൂർവ്വം മാറ്റുന്നത് അവരെ നിരീക്ഷിക്കാനാണ് എന്നാണ്. സ്റ്റേറ്റ് ഓൺഡ് സർവേലൻസ് ആപ്പ് എന്നാണ് വാട്സാപ്പ് മാക്സിനെ വിശേഷിപ്പിച്ചത്. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉള്ള വിദേശ ആപ്പുകളെ പുറത്താക്കി സർക്കാരിന് ഡേറ്റ എളുപ്പത്തിൽ ലഭിക്കുന്ന ആപ്പുകൾ മാത്രം രാജ്യത്ത് നിലനിർത്താനാണ് ഈ നീക്കമെന്ന് വിമർശകർ കരുതുന്നു. റഷ്യൻ അധികൃതർ പറയുന്നത് വാട്സാപ്പ് മടങ്ങി വരണമെങ്കിൽ അവരുടെ നിയമങ്ങൾ പാലിക്കണമെന്നാണ്. ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞത് മെറ്റ കോർപ്പറേഷൻ തയ്യാറാണെങ്കിൽ ചർച്ചകൾക്ക് വാതിൽ തുറന്നിട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോഴും മെറ്റ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെട്ട കമ്പനി ആയതിനാൽ ഒരു ഒത്തുതീർപ്പ് അത്ര എളുപ്പമല്ല. ഫലത്തിൽ റഷ്യ തങ്ങളുടേതായ ഒരു പരമാധികാര ഇന്റർനെറ്റ് നിർമ്മിക്കുകയാണ്. ഏതായാലും മെറ്റ തങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ തയ്യാറല്ലാത്തതിനാൽ ഈ നിരോധനം അനിശ്ചിതകാലത്തേക്ക് നീളാൻ തന്നെയാണ് സാധ്യത. ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം റഷ്യൻ ഗവൺമെന്റ് വാട്സാപ്പിന്റെ ഡൊമെയിൻ റഷ്യയിലെ നാഷണൽ DNS രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇതിനർത്ഥം സാധാരണ രീതിയിൽ ആർക്കും ഇനി വാട്സാപ്പ് ആക്സസ് ചെയ്യാൻ കഴിയില്ല. VPN ഉപയോഗിച്ച് പോലും ഇത് ബുദ്ധിമുട്ടാക്കാനുള്ള ശ്രമത്തിലാണ് റഷ്യൻ സൈബർ വിങ്ങുകൾ. ഈ നീക്കത്തിനെതിരെ റഷ്യയ്ക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് സൈനിക ബ്ലോഗേഴ്സും യുവാക്കളും ടെലഗ്രാമിനെയാണ് തങ്ങളുടെ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്നത്. റഷ്യൻ ആർമിയിലെ സൈനികർ പോലും യുദ്ധമുഖത്ത് ടെലഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് പോലും ഈ നിയന്ത്രണം വലിയ തിരിച്ചടിയാണ്. ഇതിനെതിരെ റഷ്യയിലെ ചില നഗരങ്ങളിൽ ചെറിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതായത് റഷ്യ തങ്ങളുടെ ഡിജിറ്റൽ അതിർത്തികൾ ഒന്നുകൂടി കർശനമാക്കിയിരിക്കുകയാണ്. റഷ്യക്കാർ ഇനി മുതൽ ഗവൺമെന്റ് കണ്ണിന് കീഴിലായിരിക്കും ജീവിക്കുന്നത്. ഇത് റഷ്യയിലെ ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നതും മറ്റു രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതും കണ്ടറിയണം. ടെക് ഭീമനായ ഗൂഗിളിൽ നിന്ന് ഇപ്പോൾ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഗൂഗിളിന്റെ മാതൃ കമ്പനിയായ ആൽഫബറ്റ് 2025 സ്വന്തമാക്കിയത് $400 ബില്യൺ വാർഷിക വരുമാനമാണ്. ലാഭത്തിന്റെ കാര്യങ്ങളിൽ റെക്കോർഡുകൾ ഭേദിച്ചു നിൽക്കുമ്പോഴും ഗൂഗിൾ തങ്ങളുടെ ജീവനക്കാർക്കായി വോളണ്ടറി എക്സിറ്റ് പാക്കേജസ് VEP പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനർത്ഥം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പണം വാങ്ങി പിരിഞ്ഞു പോകാമെന്നാണ്. എന്തുകൊണ്ടാണ് ഗൂഗിൾ ഇത്തരം ഒരു ഷോക്കിംഗ് തീരുമാനം എടുത്തിരിക്കുന്നത്? AI എങ്ങനെയാണ് ഇതിന് കാരണമാകുന്നത് പരിശോധിക്കാം. ആദ്യം നമുക്ക് ആ കണക്കുകൾ ഒന്ന് നോക്കാം. ഗൂഗിൾ CEO സുന്ദർ പിച്ചെ കഴിഞ്ഞ ദിവസമാണ് 2025 സാമ്പത്തിക ഫലങ്ങൾ പുറത്തുവിട്ടത്. $400 ബില്യൺ എന്ന മാന്ത്രിക സംഖ്യ കമ്പനി ആദ്യമായി മറികടന്നു. ജെമിനി 3 എന്ന AI മോഡലിന്റെ വിജയവും ക്ലൗഡ് ബിസിനസ്സിലെ മുന്നേറ്റവുമാണ് ഈ വലിയ വിജയത്തിന് പിന്നിൽ. എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിലും ഗൂഗിളിന്റെ ചീഫ് ബിസിനസ് ഓഫീസർ ഫിലിപ്പ് ഷിൻഡ്ലർ ജീവനക്കാർക്കൊരു മെമ്മോ അയച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്: ഗൂഗിളിന്റെ പുതിയ വേഗതയോട് പൊരുത്തപ്പെടാൻ കഴിയാത്തവർക്ക് മാന്യമായി പടിയിറങ്ങാമെന്ന്. എന്താണ് ഈ VEP? പലപ്പോഴും ലേ ഓഫ്സ് അല്ലെങ്കിൽ പിരിച്ചുവിടലുകൾ കമ്പനിയുടെ സൽപ്പേരിനെ ബാധിക്കാറുണ്ട്. എന്നാൽ വോളണ്ടറി എക്സിറ്റ് അങ്ങനെയല്ല. ജീവനക്കാർക്ക് സ്വയം വിരമിക്കാനുള്ള ഒരു അവസരമാണിത് നൽകുന്നത്. നിശ്ചിത മാസങ്ങളിലെ ശമ്പളം, ഇൻഷുറൻസ് പരിരക്ഷകൾ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി ലഭിക്കും. ഗൂഗിളിന്റെ ഗ്ലോബൽ ബിസിനസ് ഓർഗനൈസേഷനിലെ സെയിൽസ്, മാർക്കറ്റിംഗ് വിഭാഗങ്ങളെയാണ് ഈ ഒരു നീക്കം പ്രധാനമായും ബാധിച്ചിരിക്കുന്നത്. എന്നാൽ കസ്റ്റമർ സപ്പോർട്ട് ടീമുകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ്. ഗൂഗിളിന് ഇപ്പോൾ വേണ്ടത് സാധാരണ ജീവനക്കാരെയല്ല, മറിച്ച് AI സാങ്കേതിക വിദ്യയിൽ ഓൾ ഇൻ ആയി നിൽക്കുന്നവരെയാണ്. മുൻപ് 100 പേർ ചെയ്തിരുന്ന മാർക്കറ്റിംഗ് ജോലികൾ ഇന്ന് AI ടൂളുകൾ ഉപയോഗിച്ച് ചുരുങ്ങിയ ആളുകൾക്ക് ചെയ്യാൻ സാധിക്കും. തങ്ങളുടെ പരസ്യ വിതരണ ശൃംഖലയിൽ AI നടപ്പിലാകുന്നതോടെ പഴയ രീതിയിലുള്ള ജോലികൾ അപ്രസക്തമാവുകയാണ്. എംബ്രേസ് AI ഓർ കൺസിഡർ ലീവിംഗ് എന്ന കടുത്ത സന്ദേശമാണ് കമ്പനി നൽകുന്നത്. ടെക് ലോകത്തെ ഈ പുതിയ മാറ്റത്തിന് തയ്യാറാകാത്തവർക്ക് സ്ഥാനമുണ്ടാകില്ലെന്ന് ചുരുക്കം. ലാഭമുണ്ടായിട്ടും എന്തിനാണ് ഈ പിരിച്ചുവിടൽ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതിന്റെ ഉത്തരം ഗൂഗിളിന്റെ ഭാവി നിക്ഷേപങ്ങളിലാണ്. 2026 മാത്രം ഏകദേശം $185 ബില്യൺ AI ഇൻഫ്രാസ്ട്രക്ചറിനായി ഗൂഗിൾ ചെലവാക്കാൻ പോകുന്നത്. അതായത് ഡേറ്റാ സെന്ററുകൾക്കും ചിപ്പുകൾക്കും ഗവേഷണങ്ങൾക്കുമാണ് അവർ മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ തസ്തികകൾ ഒഴിവാക്കി ആ തുക
പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് തിരിച്ചുവിടാനാണ് കമ്പനിയുടെ ശ്രമം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗൂഗിളിന് പുറമെ ആമസോൺ, മെറ്റ, മൈക്രോസോഫ്റ്റ് എന്നീ കമ്പനികളും സമാനമായ രീതിയിൽ ടീമുകളെ പുനഃക്രമീകരിക്കുകയാണ്. മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നദല്ലയും കഴിഞ്ഞ ദിവസം തന്റെ സീനിയർ ലീഡർമാർക്ക് ഇതേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ടെക് ലോകം ഇപ്പോൾ AI ഫസ്റ്റ് എന്നതിലുപരി AI ഓൺലി എന്ന രീതിയിലേക്ക് മാറുകയാണ്. ചുരുക്കത്തിൽ ഗൂഗിളിന്റെ ഈ നീക്കം തൊഴിൽ വിപണിയിലെ ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങളുടെ സ്കിൽസ് കാലത്തിനനുസരിച്ച് മാറ്റി എഴുതുക, അല്ലെങ്കിൽ വമ്പൻ കമ്പനികൾ പോലും നിങ്ങളെ കൈവിടും. ഇനി ഇന്നത്തെ പ്രധാന GCC വാർത്തകൾ നോക്കാം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും അബുദാബിയിലെ ഖസർ അൽ ബഹറിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിന്റെ സുസ്ഥിര വികസനം, ജനക്ഷേമ പദ്ധതികൾ, പുതിയ സാങ്കേതിക വിദ്യകളുടെ വിനിയോഗം എന്നിവ ചർച്ചയായി. വരാനിരിക്കുന്ന റമദാൻ മാസത്തിനായുള്ള ഒരുക്കങ്ങളും ഭരണാധികാരികൾ വിലയിരുത്തി. 2 പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യയും GCC രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക്. കരാറിനായുള്ള ഔദ്യോഗിക ചർച്ചകൾക്ക് മുന്നോടിയായുള്ള ടേംസ് ഓഫ് റെഫറൻസ് കഴിഞ്ഞ ദിവസം ഒപ്പുവച്ചു. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സുരക്ഷ, പ്രവാസി ക്ഷേമം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന കരാറിന്റെ മാർഗരേഖയിൽ ഇരുപക്ഷവും ഒപ്പുവച്ചു. ഇത് പ്രവാസികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾക്കും വ്യാപാര സൗകര്യങ്ങൾക്കും വഴി തുറക്കും. സൗദി അറേബ്യയും ഖത്തറിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ ഇലക്ട്രിക് ഹൈസ്പീഡ് റെയിൽവേ ലിങ്ക് പദ്ധതി വാർത്തകളിൽ ഇടം പിടിക്കുന്നു. സൗദി അറേബ്യൻ ക്യാബിനറ്റ് ഖത്തറിനെ ബന്ധിപ്പിക്കുന്ന 785 കിലോമീറ്റർ നീളമുള്ള അതിവേഗ റെയിൽപാതയ്ക്ക് അംഗീകാരം നൽകി. മണിക്കൂറിൽ 200 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ റിയാദിനും ദോഹയ്ക്കും ഇടയിലുള്ള യാത്രാ സമയം വെറും 2 മണിക്കൂറായി കുറയ്ക്കും. റിയാദിലെ കിങ് സൽമാൻ എയർപോർട്ടിനെയും ദോഹയിലെ ഹമദ് എയർപോർട്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ റൂട്ട്. ഇത് ടൂറിസം മേഖലയ്ക്കും ബിസിനസ് യാത്രക്കാർക്കും വലിയ ഗുണമാകും. വാർത്തകൾ പലപ്പോഴും ആശങ്കയുണ്ടാക്കുന്നതാകാം. പക്ഷേ ഈ മാറ്റങ്ങൾക്കിടയിലും ശുഭസൂചനകൾ നമ്മൾ കാണാതിരുന്നുകൂടാ. റോൾസ് റോയ്സിനെ പോലെയുള്ള ആഗോള ഭീമന്മാർ ഇന്ത്യയെ തങ്ങളുടെ ഹോം മാർക്കറ്റായി കാണുന്നത് നമ്മുടെ രാജ്യത്തിന്റെ കരുത്തും യുവത്വത്തിന്റെ കഴിവും ലോകം അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ടെക് ലോകത്തെ മാറ്റങ്ങൾ നമ്മളെ കൂടുതൽ നൈപുണ്യമുള്ളവരാക്കാൻ പ്രേരിപ്പിക്കുന്നു. ഓർക്കുക, ഓരോ വലിയ മാറ്റവും പുതിയ അവസരങ്ങളിലേക്കുള്ള വാതിലുകളാണ്. വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറാനുള്ള കരുത്ത് നമ്മുടെ ഈ തലമുറയ്ക്കുണ്ട്. ലോകം എങ്ങോട്ട് പോയാലും ശരി, പുതിയ കാര്യങ്ങൾ പഠിക്കാനും മാറുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കാനും നമ്മൾ തയ്യാറാണെങ്കിൽ ഭാവി നമ്മുടേതാണ്. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.